നമ്മളിപ്പോൾ പേഴ്സണൽ ഡാറ്റ വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്തു, കെയർ പ്ലാൻ ചെയ്തു, പേഴ്സണൽ ഡാറ്റ ചെയ്തു. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതാണ് നേഴ്സസ് നോട്ട്. നേഴ്സസ് നോട്ട് എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ അത് കാണുന്നത് അഡ്മിഷൻ റിപ്പോർട്ടിൻ്റെ അണ്ടറിലായിട്ടായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഡ്മിഷൻ റിപ്പോർട്ട് എന്നൊരു ടാബ് കാണാം. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്തെ ഡയഗ്നോസ് എന്താണോ ആ ഡയഗ്നോസ് കൊടുക്കുക. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡയഗ്നോസ് ഇവിടെ കൊടുക്കുക. പ്രസൻറ്റ് സിംറ്റംസ്, ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനസ്, ഇതൊക്കെ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ നേഴ്സസ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ചെയ്യുന്ന സമയം നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ്. പക്ഷേ ഇത് കൊടുക്കുന്ന സമയത്തൊരു കുഴപ്പമുള്ളത്, അഡ്മിഷൻ ടൈമിന് മുമ്പുള്ള ഒരു ഇതിൽ കൊടുക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് നോട്ട് അടിച്ചതിന് ശേഷം, ഉദാഹരണം ലാസ്റ്റ് നോട്ട് 12:45 ചെയ്തതെങ്കിൽ 12:45 മുൻപ് ഒരു സമയത്തേക്ക് നോട്ട് അടിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഇവിടെ ടൈം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന നോട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സേവ് എന്ന് കൊടുക്കുക. നമ്മൾ മൊബൈലിൽ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ മൊബൈലിൽ പറയുന്ന കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ ഇവിടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ തന്നെ സേവ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അടിച്ച നോട്ട് 103 എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാത്രം ചേഞ്ച് ചെയ്യാം. ഇതിന് മുൻപ് അടിച്ച ഒരു നോട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ലാസ്റ്റ് അടിച്ച നോട്ടിനെ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്ഡേറ്റ് പ്രീവിയസിൽ പോവുക. നോട്ട് 103 എന്നുള്ളതിനെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മറ്റെന്താണോ നമുക്ക് ചെയ്യേണ്ടത് അടിക്കുക, ഓക്കെ കൊടുക്കുക. അത് മാത്രമായിരിക്കും ചേഞ്ച് ആവുക. മറ്റേതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നോട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ കറക്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. മറ്റൊരു നോട്ട് കൂടെ മണ്ടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇത് തന്നെയാണ് മൊബൈലിൽ ചെയ്യുന്നതും. മൊബൈലിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടേക്ക് സേവ് ആയി വരും. ഇപ്പം ഇങ്ങനെയാണ് നേഴ്സസ് നോട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ പേഷ്യൻറ്റിനെ കിട്ടി കഴിയുമ്പോൾ ഇവിടുന്ന് കിട്ടി എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്യാവുന്ന കാര്യങ്ങളാണ്.